നീറുന്ന വയോധികരോട് ഒരു വാക്ക്. നമസ്കാരം. ഡോക്ടർ തോമസ് എബ്രഹാം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അയച്ച ഒരു സന്ദേശം ഉണർത്തിയ ചിന്തകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നതാണ് ആത്മീയ ആശയങ്ങൾ തിരിച്ചറിയുവാനും യാഥാർത്ഥ്യബോധം ശക്തിപ്പെടുത്തുവാനും നമ്മെ സഹായിക്കുന്നത് എന്നതാണ് എൻ്റെ അടിസ്ഥാനപരമായ ഒരു നിഗമനം അല്ലെങ്കിൽ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയോടും ആകാംക്ഷയോടുമാണ് ഞാൻ കാത്തിരിക്കുന്നതും പരിഗണിക്കുന്നത്. എല്ലാ പ്രതികരണങ്ങളോടും പ്രതികരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കുകയുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നത് കൊണ്ട്, അത് എല്ലാവർക്കും പൊതുവായ താല്പര്യമുളവാക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പരാമർശിക്കുന്നത് കൊണ്ട് മാത്രം അവയെ ആസ്പദമാക്കി ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്ന ഒരു സമീപനമാണ് നാളിതുവരെ ഞാൻ അനുവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് തുടരുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് എബ്രഹാം ഈ കമൻറ്റ് ബോക്സിലിട്ട വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് സംബന്ധമായ ചില ചിന്തകൾ പങ്കിടാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിക്കട്ടെ. ഞാൻ 72 വയസ്സുള്ള റിട്ടയർഡ് ഡോക്ടർ ആണ്. അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറവാണ് എന്ന് സാരാംശം. എൻ്റെ ഭാര്യയും റിട്ടയർഡ് ഡോക്ടറാണ്, രോഗിയാണ്. മക്കളെല്ലാം വിദേശത്താണ്. എനിക്ക് സാമ്പത്തികമായ ആരുടെയും സഹായം വേണ്ട. പക്ഷേ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് മാർത്തോമാക്കാരൻ ആയതുകൊണ്ട് ഇടവക വികാരിയും സഭാജനങ്ങളും അല്പം കമ്പാഷൻ ഉള്ളവരായിരിക്കും എന്നാണ്. പക്ഷേ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മാത്രം അവർ എന്നെ ഓർക്കും. ഇനിയും ഉള്ള വാക്കുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. നമുക്ക് കേരളത്തിൽ അതിന് ഒരു വ്യത്യാസമുണ്ടാക്കണം. ആവർത്തിക്കും, നമുക്ക് കേരളത്തിൽ അതിന് ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ഏതിന് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ വായിച്ചത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. തോമസ് എബ്രഹാം പറയുന്നതിന് മുൻപോ ഞാൻ പരാമർശിക്കുന്നതിന് മുൻപോ ഇതാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി എന്ന യാഥാർത്ഥ്യമെന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെയില്ല എന്നത് എനിക്ക് നന്നേ നിശ്ചയമുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. ഞാൻ തോമസ് എബ്രഹാമിനേക്കാൾ പ്രായം കൂടിയ വ്യക്തിയാണെന്ന് പറയാനൊരു കാരണമുണ്ട്. 65-ാമത്തെ വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം 2016 ഡൽഹിയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. ഇവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയസിസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗത്വമെടുത്തു. ഞാൻ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോയിരുന്നു. പല ഞായറാഴ്ചകളിലും വചന ശുശ്രൂഷ നടത്തിയിരുന്നു. ചില അവസരങ്ങളിൽ ആരാധനയ്ക്ക് വളരെ അപൂർവമായി നേതൃത്വം കൊടുക്കാനും ഇടയായിട്ടുണ്ട്. ഇതെല്ലാം ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലുള്ള ആളുകൾ വളരെ സഹനശക്തിയോടെ സഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നവർ പറയുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ നാളിതുവരെ എൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ സഹകരിക്കുകയോ
അസുഖം വന്നാൽ, പ്രയാസം വന്നാൽ, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഉയർച്ചകൾ താഴ്ചകൾ വന്നാൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയുവാൻ ശ്രമിക്കുകയോ താല്പര്യം കാണിക്കുകയോ ചെയ്ത ഒരു വ്യക്തി പോലും, പുരോഹിതനാകട്ടെ ഐമേനിയാകട്ടെ, ആ സഭയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്നില്ല എന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇത് ഞാൻ പരാതിയായി പറയുന്നു എന്ന് വിചാരിക്കരുത്. കാരണം പരാതിപ്പെടുന്നത് മനുഷ്യ അന്തസ്സിന് പറ്റാത്ത കാര്യമാണ് എന്ന് അതിശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ആരോടും പരാതി പറയാറില്ല. ദൈവത്തോട് പോലും ഞാൻ പരാതി പറയാറില്ല, പിന്നാട്ട് മനുഷ്യരോട്. എന്നാൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് പറയുക, സത്യാവസ്ഥ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന അവസ്ഥയുടെ സത്യാവസ്ഥ ഇതാണ്. ഇത് സൂചിപ്പിക്കുക. അപ്പോൾ ഡോക്ടർ തോമസ് എബ്രഹാം പറഞ്ഞത് തികച്ചും 100% സത്യം തന്നെയാണ് എന്നത് ഒന്നുകൂടെ സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലില്ല. എങ്കിലും ഇത് തന്നെയാണ് എല്ലാവരുടെയും അനുഭവം എന്നതിന് യാതൊരു സംശയമില്ല. എനിക്ക് ഒരു അമ്മാച്ചനുണ്ടായിരുന്നു. അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ. അദ്ദേഹം ദീർഘനാളുകൾക്ക് മുൻപ് 50കളുടെ ആദ്യം കുവൈറ്റിൽ പോയി. അങ്ങനെ ദീർഘകാലം അവിടെ ജോലി ചെയ്ത് വളരെ കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് വളരെ ഉയർച്ച കിട്ടി. അദ്ദേഹം അക്കൗണ്ട്സ് മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ കയ്യിൽ സാമാന്യമായ സാമ്പത്തികമൊക്കെ ഉണ്ട്. അദ്ദേഹം 1991 തോന്നുന്നു അദ്ദേഹം കുവൈറ്റിൽ നിന്ന് കൊച്ചിയിൽ വന്ന് താമസമാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മെഴ്സഡീസ് കാറുണ്ട്, നല്ല വീടുണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം മാർത്തമാക്കാരനാണ്. മാർത്തമ അച്ഛന്മാർക്ക് അച്ചായനെ വലിയ ഇഷ്ടമാണ്. അച്ചായൻ എന്ന് പറയത്തില്ല, അച്ചായൻ ആണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, ആരാധനയാണ്. അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോലെ ആരാധനയാണ്, അങ്ങ് നക്കുകയാണ്. അപ്പോൾ അങ്ങനെ നക്കി ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കയ്യിലെ പൈസ പോയി, തീർന്നു. പിന്നെ ഞാനൊരിക്കൽ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നവരോട് പറഞ്ഞു, ഇപ്പോഴെന്നെ ആരും സന്ദർശിക്കാൻ വരുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ കുറവാണ്. ഇതാണ്, ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. എന്നാൽ എനിക്ക് അവരോടും പറയാനുള്ളത്, ഇങ്ങനെയൊന്നും ഇരുന്ന് മുതലക്കണ്ണീർ പൊഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് നാം തന്നെ സൃഷ്ടിച്ച് വെക്കുന്ന ശാപമാണ്. ഇതെങ്ങനെ നാം സൃഷ്ടിച്ച് നമ്മുടെ തലയിൽ കൊണ്ടുവെക്കുന്നു എന്നത് അല്പം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇനിയുമുള്ള സമയം ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾ സഹകരിക്കണം. ഞാൻ എൻ്റെ ചിന്ത യേശുവിൻ്റെ വാക്കുകളിൽ മാത്രം ഊന്നി മുൻപോട്ട് നയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല. നിങ്ങൾ ഒന്നിനെ വെറുത്ത് മറ്റതിനോട് പറ്റിച്ചേരും. ഇതിൻ്റെ അർത്ഥം എന്താണ്? മാമോൻ സേവ, ദൈവം, ഇത് നമ്മുടെ വ്യത്യാസം എന്താണ്? ദൈവത്തെ സേവിക്കുക, മാമോനെ സേവിക്കുക. നാം വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ ചിത്രീകരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വരുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ ദർശനത്തിൽ ദൈവ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് കരുതലിൻ്റെ സ്വഭാവമാണ്. കരുതലിൻ്റെ സ്വഭാവം. കാരണം എന്താണ്? ദൈവം സ്നേഹം തന്നെ. എവിടെ സ്നേഹമുണ്ടോ അവിടെ കരുതലിൻ്റെ സംസ്കാരം ഉണ്ടായിരിക്കും. Where there is love, there will surely be the culture of caring. ഇത് സാർവലൗകികമായൊരു സത്യമാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്നതിൻ്റെ ഏക തെളിവ്, ദയവായി ശ്രദ്ധിക്കുക, ഏക തെളിവ് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയും, ദൈവമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏക തെളിവ് മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നത് മാത്രമാണ്. മറ്റൊരു തെളിവും എനിക്ക് ആവശ്യമില്ല. ദൈവമുണ്ടോ ഇല്ലയോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ ചോദിക്കും, സ്നേഹമുണ്ടോ എന്ന് ചോദിക്കും.
സ്നേഹമില്ല എങ്കിൽ ദൈവമില്ല, സ്നേഹമുണ്ട് എങ്കിൽ ദൈവമുണ്ട്. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ സ്നേഹമുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ആധികാരിക സ്വഭാവമായ കരുതലുണ്ടാകും. എല്ലാറ്റിനെയും കരുതുന്ന സ്വഭാവമാണ് ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റെ ക്ഷമ അനന്തമാണെന്ന് നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്ഷമ അനന്തമാകുന്നത്? കരുതലുള്ളത് കൊണ്ടാണ്. കരുതുന്നതിനെ നശിപ്പിക്കാൻ പ്രയാസമാണ്, അസാധ്യമാണ്. അതുകൊണ്ടാണ് വല്ല വിധേനയും സ്വയം നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യജാതിയെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവരെ രക്ഷിപ്പാനാണ് ദൈവം തത്രപ്പെടുന്നത് എന്നതിൻ്റെ ചരിത്രമാണ് സുവിശേഷം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ എപ്പോഴും അവനെ തന്നെ നശിപ്പിക്കാൻ വളരെയധികം പ്രാഗൽഭ്യം കാണിക്കുന്ന, വ്യഗ്രത കാണിക്കുന്ന ഒരു പ്രത്യേക ജന്തുവാണ്. ഇതിനെപ്പറ്റി മനോഹരമായൊരു പുസ്തകമുണ്ട്. ഒരു അമേരിക്കൻ എഴുത്തുകാരനായ എറിക് ഫ്രോം, ആൻ അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്നൊരു പുസ്തകമുണ്ട്. അത് മനോഹരമായ, അതല്ല ക്രിസ്ത്യാനികൾ വായിക്കേണ്ട പുസ്തകമാണ്. ദി അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തത്രപ്പാടിൽ കൂടെ ആണെങ്കിൽ പോലും സ്വയത്തെ നശിപ്പിക്കാനായി എത്ര കാര്യക്ഷമമായി, എത്ര ത്യാഗബുദ്ധിയോടെ ശ്രമിക്കുന്നു. അതിനുള്ള മനുഷ്യൻ്റെ കഴിവ് എത്ര അപാരമാണ് എന്ന് എന്നെ ആദ്യമായി ബോധ്യപ്പെടുത്തിയ പുസ്തകം എറിക് ഫ്രോമിൻ്റെ ഞാൻ പരാമർശിച്ച പുസ്തകമാണ്. അത് 1950കളിലാണ് എഴുതപ്പെട്ടതാണ് എൻ്റെ ഓർമ്മ. ഞാൻ 1970കളിലാണ് ആ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് എന്നത് സുവിശേഷത്തിൽ കൂടെ എനിക്കറിയാമായിരുന്നുവെങ്കിലും അതിന് ലോകവ്യാപകമായ പ്രസക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിൽ കൂടെയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയുകയില്ല? മാമോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണക്കൊതി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുക, കപടഭക്തി അഭിനയിക്കുക, മനുഷ്യരെ കളിപ്പിക്കുക, കള്ളം പറയുക, വഞ്ചിക്കുക, മനസാക്ഷിയെ വഞ്ചിക്കുക, ഹീനമായി പ്രവർത്തിക്കുക, ഏത് അധർമ്മവും ചെയ്യുക. ഇതിനൊക്കെ മുതിരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേമമാണ് ഈ മാമോൻ ഭക്തി. ദൈവത്തെ സ്നേഹിക്കുന്നു, മാമോനെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണെങ്കിൽ മാമോനും സ്നേഹമാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? ദൈവം ജീവനെ സ്നേഹിക്കുന്നു, മാമോൻ ജീവൻ്റെ മർമ്മമായ മരണത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ജീവനില്ലായ്മയെ സ്നേഹിക്കുന്നു. ആ ജീവനില്ലായ്മയുടെ മൂർത്തിമത് ഭാവമാണ് മരണം. ഈ അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്ന പുസ്തകത്തിൽ എറിക് ഫ്രോം അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഭൗതിക സംസ്കാരത്തിൽ മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ, അവിടെ മനുഷ്യരെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മോട്ടിവേഷൻ, അവൻ്റെ ആഗ്രഹം, അവൻ്റെ പ്രേമം, ഭൗതികമായ സമ്പത്ത് ആർജിക്കുക, ആ സമ്പത്തിൽ കൂടെ സാധ്യമാകുന്ന സുഖലോലുപതയിൽ ജീവിക്കുക. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ, മോഡേൺ കൾച്ചർ ഈസ് എ പ്ലഷർ സീക്കിംഗ് ആൻഡ് പ്ലഷർ മാക്സിമൈസിങ് കൾച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവനാകെപ്പാടെ ആവശ്യമുള്ളത് ദൈവമല്ല, മാമോനാണ്. അങ്ങനെ സുഖലോലുപതയുടെ പരമകോടിയിൽ ജീവിക്കാൻ മാത്രം താല്പര്യപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ കരുതലിൻ്റെ ആത്മാവ് മരിച്ചുപോകും എന്നത് യേശു വ്യക്തമായി സൂചിപ്പിക്കുന്ന ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറുടെയും ഉപമ അല്ലെങ്കിൽ കഥ. അത് ഉപമയാണെന്നും അല്ല കഥയാണെന്നും പറയുന്ന ആളുകളുണ്ട്. രണ്ടുമായിക്കൊള്ളട്ടെ, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. കഥയായാലും ഉപമയായാലും കണക്ക് തന്നെ. സോറി പാർഡൻ മീ. അവിടെ എന്താണ് നാം കാണുന്നത്? ധനികനായ മനുഷ്യൻ
അവൻ്റെ ശരീരം പൊതിയാൻ പട്ട് വസ്ത്രങ്ങളുണ്ട്, പക്ഷേ ശരീരത്തിനുള്ളിൽ ഹൃദയമില്ല. ഉണ്ട്, അത് കല്ല് പോലെയാണ്, അത്രയേ ഉള്ളൂ. ഇത് മാമോൻ സേവയിൽ കൂടെ വരുന്ന ഒരു വലിയ തകർച്ചയാണ് എന്ന കാര്യം വേണ്ടതുപോലെ ശ്രദ്ധേയമായി ജനങ്ങളെ ഒരു സഭയും പഠിപ്പിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ പറയാനുള്ള യോഗ്യതയോ അഭിമാനമോ ആത്മധൈര്യമോ മനസാക്ഷിയോ സഭകൾക്കുണ്ടാകുകയില്ല. കാരണം എല്ലാ സഭകളും നിലനിൽക്കുന്നത് മാമോൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. സഭകളുടെ ഉള്ളിൽ നടക്കുന്നത് മാമോൻ സേവയാണ്. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, യേശുവിൻ്റെ കാലത്തുനിന്ന് തന്നെയായിരുന്നു. യെരൂശലേം ദേവാലയം യേശു ശുദ്ധീകരിച്ചത് അവിടെ മാമോൻ സേവ മാത്രം നടന്നതുകൊണ്ടാണ്. ചന്തയില്ലാത്ത സഭയില്ല എന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർത്തിരിക്കും. ചന്തയില്ലാത്ത മതമില്ല, ചന്തയില്ലാത്ത ആരാധനയുമില്ല, ചന്തയില്ലാത്ത ദൈവവേലയുമില്ല. എന്ന് പറഞ്ഞാൽ ദൈവവേല ഇറക്കമില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഇനി ഈ മാമോൻ സേവ കൊണ്ട് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന്, അവൻ്റെ വ്യക്തിത്വത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പൊതുവായ ഒരു മനഃശാസ്ത്രപരവും നരവംശാസ്ത്രപരവും ഫിലോസോഫിക്കലുമായ ദാർശനികവുമായ ഒരു മർമ്മം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതിപ്രകാരമാണ്: നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഏതാണ്ട് 10 വർഷത്തോളം എൻ്റെ മക്കൾ, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അവിടെ ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ചാണക്യപുരിയിൽ ഉള്ള ഒരു മ്യൂസിക് സ്കൂളിൽ ഞാനവരെ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാനൊരിക്കൽ അതിൻ്റെ ഡയറക്ടറായിരുന്ന മനുഷ്യനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഓഫീസിൻ്റെ പുറകിലുള്ള വിൻഡോ, ആ കോമ്പൗണ്ടിലോട്ട് കയറുന്ന ഗേറ്റ് വ്യക്തമായി കാണാം. അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ നിന്ന് നോക്കിയാൽ ഈ കോമ്പൗണ്ടിലോട്ട് കയറുന്ന ഓരോ സ്റ്റുഡൻറ്റും ഏത് ഇൻസ്ട്രുമെൻ്റാണ് പഠിക്കാൻ വരുന്നതെന്ന് എനിക്ക് അറിയാം. ഞാൻ വെച്ചാൽ അതെങ്ങനെയാണ് നടക്കുന്ന വിധം കണ്ടാൽ. ഇപ്പോൾ ഡ്രംസ് പഠിക്കാൻ വരുന്നവൻ നടക്കുന്ന അങ്ങനെയാണ്, ഗിറ്റാർ പഠിക്കാൻ വരുന്നവൻ ഇങ്ങനെയാണ്, പിയാനോ പഠിക്കാൻ വരുന്നവൻ അങ്ങനെയാണ്, വയലിൻ പഠിക്കാൻ വരുന്നവൻ ഇങ്ങനെയാണ്. അപ്പോൾ നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. കുട്ടികൾ അവരുടെ അപ്പനെയോ അമ്മയോ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈയക്ഷരം പോലും അതുപോലെ ആയിത്തീരുവാൻ അവർ ശ്രമിക്കും. ദീർഘനാൾ അത് നീണ്ടു നിൽക്കുകയില്ല. കാരണം വളർച്ചയുടെ ഭാഗമായ ഒരു ഘട്ടം വരുമ്പോൾ മാതാപിതാക്കന്മാരുള്ള സ്നേഹം കുറച്ചിട്ട് അവരുടെ സ്നേഹത്തിന് ഒട്ടുമുക്കാലും ഭവനത്തിന് വെളിയിൽ എവിടെയും കൊണ്ടെങ്കിലും സ്ഥാപിക്കും. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ വഴിയിൽ കൂടെ നടന്നു വന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് സത്യമുള്ളതുപോലെ സമ്മതിക്കുന്നതാണ് എല്ലാവർക്കും നന്ന്. അപ്പോൾ തത്വം ഇതാണ്: നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. ഇപ്പോൾ കൽപ്പനകളിൽ 2 സുപ്രധാന കൽപ്പനകൾ, 2 കാർഡിനൽ കമാൻഡ്മെൻറ്റ്സ്. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് നീ ദൈവത്തെ പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിൻ്റെ പ്രതിബിംബമായി ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെ പഠിപ്പിക്കില്ല, അത്രയേ ഉള്ളൂ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവ സ്വഭാവം ആർജിക്കുക എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ഒരു മൂലയ്ക്ക് ദൈവമേ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് നിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് വെറും എന്താ പറയുന്നത്, നാണക്കേടല്ലേ? മൃഗങ്ങൾ പോലും ഇങ്ങനെ കാണിക്കത്തില്ലല്ലോ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവം ആർജിക്കുക, ദൈവത്തെ പോലെ ആയിത്തീരുക എന്നാണ്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ ആയിത്തീരേണ്ടത്?
നമ്മുടെ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ടാണ്. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ദൈവ സ്വഭാവം ഈ ലോകത്തിൽ പ്രകടമാക്കപ്പെടേണ്ടതിന് നമ്മെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അതിനു പകരം നാം എന്താണ് സ്നേഹിക്കുന്നത്? മാമോനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവവും മാമോനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവം ജീവൻ്റെ ഉറവിടമാണ് എന്ന് നാം പറയുന്നു. ജീവിക്കുന്ന ദൈവം എന്ന് നാം പറയുന്നു. ദൈവം ജീവൻ്റെ മർമ്മത്തിൻ്റെ ഉറവിടമാണ്. ജീവൻ്റെ ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവൻ നൽകുന്ന ജീവൻ, ജീവനെ നിലനിർത്തുന്ന ദൈവം, ജീവനെ വീണ്ടെടുക്കുന്ന ദൈവം. ഇതാണല്ലോ നമ്മുടെ സങ്കല്പം. മാമോനോ നിർജീവമാണ്. മരണത്തിലേക്ക് പോകണ്ട, അത് നമുക്ക് മറ്റൊരു സമയം ചിന്തിക്കാം. ജീവൻ നിർജീവൻ, ജീവനുള്ളത് ജീവനില്ലാത്ത. നിങ്ങൾ ഒരു 10,000 നാണയത്തൊട്ട് നിങ്ങളുടെ മുമ്പിലിട്ട് അതിനോടൊന്ന് സംസാരിച്ച് നോക്ക്. അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ടുകളുടെ ഒരു 100 കെട്ട്, 100 1000 രൂപ, ഇപ്പോൾ 1000 രൂപ നോട്ടുകളില്ല, 500 രൂപ എന്ന് വെച്ചോ. അങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ച് അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു നോക്കും, വല്ല പ്രയോജനമുണ്ടോ? അത് തിരിച്ചെന്തെങ്കിലും. ഇതാണ് ബിംബാരാധന എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പണക്കൊതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിംബാരാധന. എന്താണ്? പണക്കൊതിയാണ്. നാം പണത്തിന് വേണ്ടി മാത്രം നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം ബിംബാരാധനക്കാരനാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സഭകളിൽ നടക്കുന്നത് ബിംബാരാധന മാത്രമാണ് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ബിംബാരാധന? ജീവനില്ലാത്ത എന്തിനെയൊക്കെ നാം ആരാധിക്കുന്നു അതെല്ലാം ബിംബാരാധനയാണ്. നമ്മുടെ പള്ളിയെ ആരാധിക്കും. യഹൂദിൻ്റെ പ്രശ്നം അതായിരുന്നു, അവൻ്റെ പള്ളിയെപ്പറ്റിയുള്ള അവൻ്റെ അഹങ്കാരം. യേശു എന്ത് പറഞ്ഞു? ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ അവശേഷിക്കുകയില്ല. കാരണം അത് ജീവൻ്റെ മർമ്മമാണ്. നീ നിർജീവമായതിൽ നിൻ്റെ ആരാധന അർപ്പിച്ചാൽ, നിൻ്റെ അഭിമാനം കൊണ്ട് സ്ഥാപിച്ചാൽ അത് പറഞ്ഞു പോകും, നീയും ചത്തുപോകും. ഇതൊരു തത്വമാണ്, ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുകയില്ല. അപ്പോൾ നാം പണത്തെ സ്നേഹിക്കുന്നു. പണം നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. പണം കൊണ്ട് വാങ്ങിക്കുന്നത് മുഴുവനും നിർജീവമാണ്. ഇപ്പോൾ എറിക് ഫ്രോം ആ പുസ്തകത്തിൽ പറയുന്നത് അമേരിക്കൻ സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയിലുള്ള ആൺകുട്ടികൾ അവർ പ്രേമിക്കുന്ന പെൺകുട്ടികളെക്കാൾ അവർക്ക് യഥാർത്ഥത്തിൽ പ്രേമം അവരുടെ കാറുകളോടാണ്. ജീവനുള്ള പെൺകുട്ടികളോടല്ല അവർക്ക് പ്രേമം, ജീവനില്ലാത്ത കാറുകളോടാണ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ അന്വർത്ഥമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം കല്ലായിപ്പോവും. എന്തുകൊണ്ടാണ് ഫറവോൻ്റെ ഹൃദയം കല്ലായിപ്പോയത്? കഠിന ഹൃദയം എന്ന് പറയുന്നില്ലേ? എല്ലാ ഫറവന്മാരുടെയും ഹൃദയം കല്ലായിത്തീരും. പണത്തെ സ്നേഹിക്കുന്നവൻ്റെ എല്ലാം ഹൃദയം കല്ലായിത്തീരും. അതുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് കരുതലിൻ്റെ സംസ്കാരം വെളിയിലേക്ക് പ്രവഹിക്കുവാൻ സാധ്യമല്ല. കല്ല് അടിച്ച് അതിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് നമ്മൾ മോശമാരല്ലാത്തത് കൊണ്ട് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ സഭകൾ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുള്ള കല്ലുകളാണ്. അതിൽ നിന്ന് ഞാൻ കരുതലിൻ്റെ സംസ്കാരം, കരുതലിൻ്റെ സമീപനം, കാഴ്ചപ്പാട്, ആ വെള്ളം പ്രവഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ വെള്ളം കുടിച്ച് എൻ്റെ ദാഹമടക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് നോക്കുമ്പോൾ വിശ്വാസികളെ ആളുകൾ അവരുടെ കയ്യിലുള്ളത് എണ്ണിപ്പെറുക്കി കൊടുത്ത ശേഷം പട്ടികളെ പോലെ എവിടെയെങ്കിലും വീണിച്ചാകുകയല്ലാതെ ആരുടെയും സഹായമോ കരുതലോ പ്രതീക്ഷിക്കരുത്. അസ്ഥാനത്താണ്. ഈ ഡോക്ടർ തോമസ് എബ്രഹാമിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. ആർക്കും അതിൽ താല്പര്യമില്ല. കാരണം അതിനുള്ള ആത്മീയമായ ഊർജ്ജം നാം വളർത്തിയെടുത്തിട്ടില്ല. നമ്മുടെ ആകെപ്പാടെയുള്ള കരുതൽ പണം വേണ്ട. നമുക്ക് നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാം. നമ്മൾ ദൈവത്തോടുള്ള സ്നേഹമോ ആ ഒരു ഉണർവോ എങ്ങനെയാണ് കാണിക്കുന്നത്? കുറേ കൂടെ പൈസ ഇട്ടിട്ടില്ലേ? ദൈവവും നാമുള്ള ബന്ധത്തെ നാം അളക്കുന്നത് പോലും പൈസയാണ്. ഇത് തിരുമേനിയുടെ അച്ഛൻ്റെ മാത്രം പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം
വിശ്വാസികൾ കറവ പശുക്കളാണ്, അവർ അതേ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രമേ അവർക്ക് പഠിക്കാൻ സാധ്യമാകുകയുള്ളൂ. നമ്മളോ പുരോഹിതനും തിരുമേനിയും നമ്മെ കാണുന്നത് പണത്തിൻ്റെ കണ്ണിൽ കൂടെയാണ്. നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? പണത്തിൻ്റെ കണ്ണിൽ കൂടെയാണ്. നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? പണവും പണസംബന്ധമായ കാര്യങ്ങളാണ്. നാം ദൈവത്തിന് കൊടുക്കുന്നത് എന്താണ്? പണവും പണസംബന്ധമായ കാര്യങ്ങളാണ്. അല്ലാതെ ഹൃദയത്തിൻ്റെ ആ മാധുര്യത്തിൽ, ഹൃദയത്തിൻ്റെ എന്താ പറയുന്നത്, വെളിച്ചത്തിൽ, പരിശുദ്ധിയിൽ, സന്തോഷത്തിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്കെപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞായറാഴ്ച ആരാധന അച്ഛനങ്ങോട്ട് ആരംഭിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ മറന്നുപോയി. എൻ്റെ അർത്ഥം എന്താണെന്ന് അച്ഛന് പറഞ്ഞുകൂടാ, അച്ഛൻ അറിയുകയും വേണ്ട. പിന്നെ നടക്കുന്ന ആരാധന ഏതർത്ഥത്തിലാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതെന്ന് ചിന്തിക്കുന്നവർ ഒറ്റ അച്ഛനെ കാണിക്കാമോ? ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം. ഇത് വായിച്ച് തള്ളിക്കളയും. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്ന പൊറോട്ട നാടകം എന്താ? ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസിക്ക് ഇത് തമ്മിൽ ബന്ധമുണ്ടാകണം താല്പര്യമില്ല. അവനൊരിക്കലും അങ്ങനെ ചിന്തിക്കത്തുപോലുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നന്മ വരണമെന്നാണ് ഡോക്ടർ തോമസ് എബ്രഹാം പോലെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, എവിടെയൊക്കെ പണം കൊണ്ട് മാത്രം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നു, അളക്കുന്നു, പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു, അവിടെ ഒന്നും കരുതലിൻ്റെ സംസ്കാരം ഉണ്ടാകുകയില്ല. ഇതിൻ്റെ ഏറ്റവും മാനുഷികമായ ഒരു വശം ഞാൻ പറയാം. ഞാൻ പറയാൻ താല്പര്യമില്ല, എൻ്റെ തന്നെ അനുഭവം ഞാൻ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞങ്ങൾ 4 പേരാണ്. എനിക്ക് 3 പെങ്ങന്മാരാണ്. ഞങ്ങൾ വളരെ വളരെ പ്രയാസത്തിൽ കൂടെ വളർന്നവരാണ്. മറ്റുള്ളവരുടെ നന്മ കൊണ്ടും സഹായം കൊണ്ടും വാത്സല്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും വളർന്നവരാണ് ഞങ്ങൾ. അങ്ങനെ വളരെ പ്രയാസത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ഭുതകരമായ സ്നേഹത്തിൻ്റെയും പരസ്പര സമർപ്പണത്തിൻ്റെയും കരുതലിൻ്റെയും ബന്ധമായിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ കുളിര് നിറയുകയാണ്. എന്നാൽ കാലം മുൻപോട്ട് പോയി. അപ്പം ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ പോകുന്നു. ആ സമയത്ത് എൻ്റെ 2 ഇളയ സഹോദരിമാർ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. അതിനുശേഷം ജോലി കിട്ടിയ ശേഷം എനിക്ക് വരുമാനമാകുമ്പോൾ ഓരോ മാസത്തെ ശമ്പളവും 50 രൂപ മാത്രം എൻ്റെ ആവശ്യത്തിന് മാറ്റിവെച്ചിട്ട്, അതായത് എൻ്റെ ഞാൻ കോളേജിലാണ് താമസം, വീട്ടുവാടകയും ആഹാരവും അതിന് ശേഷം പോക്കറ്റ് മണിയായിട്ട് 50 രൂപ മാത്രം, ബാക്കി മുഴുവനും ഞാൻ എൻ്റെ സഹോദരിമാർക്ക് അയക്കും. അങ്ങനെ അന്ന് മണി ഓർഡറിലാണ് അയക്കുന്നത്. ഞാൻ അവർക്ക് മണി ഓർഡർ അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് അലിഞ്ഞു പോകുമായിരുന്നു. ഞാനതിന് ശേഷം അവധിക്ക് വർഷത്തിലൊരിക്കലേ നാട്ടിൽ വരാനൊക്കത്തുള്ളൂ. വരുമ്പോൾ എൻ്റെ കയ്യിൽ അന്ന് വരെ ഈ 50 രൂപ മാസം ഞാൻ വെച്ചിരുന്നത് എനിക്ക് ചിലവാക്കിയിട്ടില്ല. ഞാനത് മുഴുവൻ വെച്ച് അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ച് എൻ്റെ സഹോദരിമാർക്ക് കൊടുക്കുമ്പോൾ അത് തലയിൽ പേറി നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷമാണ്, സഹിക്കാൻ മേത്ത സന്തോഷമാണ്. എന്നാൽ അതിന് ശേഷം അവർക്ക് വലിയ സാമ്പത്തികമായ നേട്ടമുണ്ടായി. എൻ്റെയും സാമ്പത്തികമായ നില മെച്ചപ്പെട്ടു. ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം, ചെറുപ്പത്തിലുണ്ടായ ആദ്യ സ്നേഹമെന്ന് പറയില്ലേ, അത് കാലക്രമേണ കുറഞ്ഞുപോയി. അപ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ സഭയോടെ ദൂതൻ പറയുന്ന ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കാറുണ്ട്. ഒരു കുറ്റം നിന്നെപ്പറ്റി പറയാനുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ ദുരന്തം. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ അതിനെപ്പറ്റി നിശബ്ദമായി കരയാറുണ്ട്. എൻ്റെ പെങ്ങന്മാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എൻ്റെ കരച്ചിൽ. നിങ്ങൾ മനസ്സിലാക്കണം, അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, എൻ്റെ സേവനത്തിൻ്റെ ആവശ്യം അവർക്കില്ലല്ലോ എന്നതാണ് എൻ്റെ കരച്ചിൽ. അവർക്ക് നന്മ വന്നു, അഭിവൃദ്ധി വന്നു, സന്തോഷിക്കുന്നു. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്.
കാരണം കൊടുക്കുന്നതിലും സേവനം ചെയ്യുന്നതിലുമാണ് ജീവിതത്തിൻ്റെ സാഫല്യം ഞാൻ കണ്ടിട്ടുള്ളത്. പ്രാപിക്കുന്നതിലല്ല, കൊടുക്കുന്നതിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ നിർവൃതി, ഏറ്റവും വലിയ അഭിമാനം. എനിക്ക് ഏതാണ്ട് 10 വയസ്സ് ആയപ്പോൾ തൊട്ട് അടുത്ത 7 വർഷം അനുദിനം മരിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയെ ശുശ്രൂഷിപ്പാൻ, എല്ലാവിധത്തിലും ശുശ്രൂഷിപ്പാൻ, വേദനയുടെ കൂരിരുൾ താഴ്വരയിൽ കൂടെ ആ മരിച്ചുകൊണ്ടേയിരിക്കുന്ന എൻ്റെ അമ്മയെ തോളിലേറ്റ് നടക്കാൻ എനിക്കിടയായി. എൻ്റെ ജീവിതത്തിലെ അതെൻ്റെ സ്വർഗമാണ്. അതെനിക്ക് അവസരം ലഭിച്ചല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. എന്നാൽ ഞാനൊരു വലിയ കുബേര കുടുംബത്തിലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അസുഖമാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതെൻ്റെ സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോടങ്ങ് പൊളിച്ചു പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്, എന്നാലും ഞാൻ പറയാൻ പോവുകയാണ്. ഈ അടുത്തയിടെ എൻ്റെ ഇളയ പെങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഓർമ്മയുണ്ടോ, നമ്മുടെ അമ്മ മരിക്കാറാകുന്ന സമയത്ത് പോലും അന്ന് വീടിനോട് ചേർന്ന് മറപ്പരയില്ല, ടോയ്ലറ്റില്ല, പറമ്പിലുള്ള മറപ്പരയാണ്. എൻ്റെ കൈ കൊണ്ടെടുത്ത്, അന്ന് എനിക്ക് എന്ത് പ്രായമുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ കൈ കൊണ്ടെടുത്ത് മറപ്പരയിൽ കൊണ്ടിരുത്തി അതിനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു മാനുഷികമായ ആ സമ്പത്ത്, വൈകാരികമായ അനുഭൂതി അനുഭവിപ്പാൻ സമ്പത്തിൻ്റെ പുറത്തിരിക്കുന്ന ആൾക്ക് സാധ്യമല്ല. അങ്ങനെ മാമോൻ സേവ കൊണ്ട് മാത്രം അടച്ചിരിക്കുന്ന ഒരു സഭയിൽ നിന്ന് ശുശ്രൂഷകൾ, കരുതലിൻ്റെ സമീപനം പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്, അസ്ഥാനത്താണ്. അങ്ങനെ ആരും ചെയ്യരുത്. മച്ചിപ്പശുവിനെ കറക്കരുത്. പാറ തല്ലി അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരും നോക്കരുത്. രൂപ അണായിക്ക് അപ്പുറത്തേക്ക് പോകുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. അത് മനുഷ്യരാശിയുടെ ആകമാനമായ ദുരന്തമാണ്. പക്ഷേ അതിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തമായൊരു സാക്ഷ്യം കാഴ്ചവെപ്പാൻ ക്രിസ്ത്യാനിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ പ്രത്യാശ തികച്ചും അസ്ഥാനത്തായിരുന്നു. ഞാൻ തോറ്റു, സഭകൾ ജയിച്ചു. ജയിക്കട്ടെ.